ഹലോ മക്കളെ, ഇതൊരു സാധാരണ പ്രഡിക്ഷൻ വീഡിയോ അല്ല. അതായത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു 10 ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഇത് നാളത്തെ പരീക്ഷയിൽ വരും, ഇത്ര മാർക്ക് കിട്ടും എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നാളത്തെ പരീക്ഷയിൽ മിനിമം 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സാർ എങ്ങനെയാണ് അത് പോസിബിൾ? ഇത് ഓൾറെഡി നമ്മൾ പോസിബിൾ ആക്കിയതാണ്. ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് ശേഷം നമ്മളൊരു ആൻസർ കീ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ആൻസർ കീ ലൈവിൽ വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ചോദ്യങ്ങളും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് എക്സാമിൻ്റെ തലേന്നും എക്സാമിൻ്റെ രാവിലെയുമായിട്ടുള്ള ലൈവിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ വേണേൽ ചെക്ക് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1-2 ചോദ്യങ്ങൾ എക്സാമിനർ പറഞ്ഞാലും വന്നില്ല, പക്ഷേ അല്ലാത്തൊക്കെ വന്നു. ഇത് എൻ്റെ എന്തോ സ്പെഷ്യൽ കഴിവുകൊണ്ടാണോ, അല്ലെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇതെൻ്റെ കഴിവും കൊണ്ടുമല്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയത് കൊണ്ടുമല്ല. ഇത് സിമ്പിൾ ലോജിക്ക്, സിമ്പിൾ കോമൺ സെൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇതേ കാര്യമായിരിക്കും നമ്മൾ നാളത്തെ പരീക്ഷയ്ക്കും ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിലും നാളത്തെ രാവിലത്തെ ലൈവിലും ഈ കാര്യം നമ്മൾ വീണ്ടും ആവർത്തിക്കും. നാളെ ഞാൻ വീണ്ടും ആൻസർ കീ പോകുമ്പോൾ ഉറപ്പിച്ചോളൂ 30 മാർക്കിന് ഉള്ള വക ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടേ നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് പോകുള്ളൂ. ഓക്കെ, അതിലൊരു സംശയമില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. പിന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. നാളെയും തന്നെയാണ് നടക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാൻ സ്പെഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. കഴിഞ്ഞ ഒരു 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പബ്ലിക് എക്സാമിൻ്റെ ഉണ്ടാവും, ക്രിസ്മസ് എക്സാമിൻ്റെ ഉണ്ടാവും, ഓണപ്പരീക്ഷ ഉണ്ടാവും, മോഡൽ എക്സാമിൻ്റെ ഉണ്ടാവും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതെല്ലാം നമ്മൾ എടുത്ത് വെക്കും. എല്ലാം PPTs എൻ്റെ അടുത്തുണ്ട്. അതെല്ലാം എടുത്ത് വെക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില ടൈപ്പ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ടൈപ്പ് ടോപ്പിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണപരീക്ഷയിലാണ് റെസിസ്റ്റേഴ്സ് എന്നുള്ള ചോദ്യം ഇല്ലാത്ത പരീക്ഷ പേപ്പറില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിലാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള ചോദ്യം ഇല്ലാത്ത പേപ്പർ ഉണ്ടാവില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാനാണ്. ഒരു ടൈപ്പ് ചോദ്യം മാത്രമല്ല, എന്തൊക്കെ ട്രാൻസ്ഫോം ചോദിക്കാവോ അതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ് നമ്മുടെ പണി. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും വേണ്ട. ആക്ച്വലി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ട്യൂഷൻ ക്ലാസ്സൊക്കെ വരുന്നതിന് മുമ്പ് കുട്ടികൾ ഓൾറെഡി സ്വന്തം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്യൂഷനിൽ പോയി ചെയ്യുന്നതല്ല, നമ്മളൊരു ഗൈഡ് വാങ്ങിച്ചിട്ട് ഈ പാറ്റേൺ സ്റ്റഡി ചെയ്തിട്ട് നമ്മളത് പഠിച്ചു പോകുന്ന കാര്യം ഓൾറെഡി കുട്ടികൾ പണ്ട് മുതൽ ചെയ്തു വരുന്ന പരിപാടിയാണ്. ഇതിൽ പുതുതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ കഷ്ടപ്പെടാതെ ആ പണി ഞാൻ ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പണിയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ട് അതിൽ വരുന്ന ചോദ്യങ്ങൾ 15 ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയിൽ വരും എന്നുള്ള പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷേ എന്തിനുള്ള കഴിവ് എനിക്കുണ്ട്? ഇന്ന് 2 ലൈവ് നമ്മൾ നടത്തുന്നുണ്ട്. ഇന്നല്ല, പരീക്ഷയ്ക്ക് മുമ്പ് 2 ലൈവ് നമ്മൾ നടത്തുന്നുണ്ട്. ഒന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ 31 ഷുവർ ക്വസ്റ്റ്യൻ ലൈവ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പാറ്റേൺ പ്രകാരം പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 31 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 31 ചോദ്യങ്ങളും അതുപോലെ നാളത്തെ പരീക്ഷയിൽ വരും. എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാവില്ല പ്രോബബിലിസ്റ്റിക്കലി. പക്ഷേ 30 ചോദ്യങ്ങളിൽ ഒരു 10 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? യെസ്. 12 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? യെസ്. 8 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? യെസ്. പോരെ, അത്രയും മാർക്ക് കിട്ടിയില്ലേ? കൂടാതെ നാളെ രാവിലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ വെറുതെ വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ആയിരിക്കില്ല ചെയ്യുക. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഓണപരീക്ഷയ്ക്ക് രാവിലെ നിങ്ങൾക്ക് ചെയ്തവർക്ക് അറിയാം. കംപ്ലീറ്റ് സിലബസ് നമ്മൾ എന്ത് ചെയ്യും? വിത്തിൻ 1 അവർ നമ്മൾ പഠിക്കും. 1 അവറിൽ കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിക്കും. സാറേ കംപ്ലീറ്റ് പഠിക്കാം വിത്ത് ഷോർട്ട് നോട്ട്സ്. പെട്ടെന്ന് പഠിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തലയിൽ കയറും. പരീക്ഷയ്ക്ക് വേണ്ടി തൽക്കാലം അത് മതിയാവും. പക്ഷേ ഒബ്വിയസ്ലി പബ്ലിക് എക്സാമിന് നിങ്ങൾ നന്നായിട്ട് ഡെപ്തിൽ പഠിക്കണം. ആ കാര്യം നമ്മൾ ചെയ്യുന്നതോടെ നാളത്തെ പരീക്ഷ ഉറപ്പിച്ചോ 30 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യണം. ഇതിന് സമയമെടുക്കും. 15 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് 2 മണിക്കൂർ കൂടെ എടുക്കും. ഇവിടെ 1 മണിക്കൂർ എടുക്കും. മിനിമം 3 മണിക്കൂർ മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇത് നടക്കും. അല്ലാതെ 15 മിനിറ്റിൽ നേടാനുള്ള കഴിവ് എനിക്കില്ല. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ കഴിവുകേടായിരിക്കും. പക്ഷേ ഈ ഒരു കഴിവ് എനിക്കുണ്ട്. ഇത് നമ്മൾ ഓണപരീക്ഷയിൽ മാത്രമല്ല, എല്ലാ വർഷവും SSLCയിൽ മാത്രമല്ല, +1 +2 ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് എഫേർട്ട് വേണം. ഈ 30+ മാർക്ക് 30 അങ്ങനെ പറയാൻ കാരണം എന്താ? ഓൾറെഡി നേരത്തെ പഠിച്ചവരാണ്, ചിലപ്പോൾ അവർക്ക് 40 കിട്ടും. നിങ്ങൾ ഒന്നും ഇതുവരെ പഠിക്കാത്തവരാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് 30 കിട്ടണം നിർബന്ധമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മാർക്കോ 10 മാർക്കിന് വകയെ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ അത് 25 മാർക്കിലേക്ക് 22 മാർക്കിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചെയ്യാം. സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. 6ാമത്തെ ചോദ്യം ഇതാണ്. 31 ചോദ്യങ്ങളിൽ 8ാമത്തെ ചോദ്യം ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. പ്രീവിയസ് ഇയറിൽ നമ്മൾ പാറ്റേൺ നോക്കി ഈ ലെൻസിലുള്ള റേ ഡയഗ്രാം എല്ലാ വർഷവും ചോദിക്കും. അപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്. അടുത്ത ചോദ്യം. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾ കാണിക്കും. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് പണിയെടുത്ത് ചെയ്യണം. ഇത് വെറുതെ ഇങ്ങനെ കണ്ടിട്ട് ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. ഇത് ചെയ്യാൻ മാത്രമുണ്ട്. കാരണം റെസിസ്റ്റേഴ്സിലെ സീരീസിലെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഞാനിവിടെ ഒറ്റ ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നേരെ പൊക്കി ഇവിടെ ഇട്ടിരിക്കുന്നതല്ല. അപ്പം കുറച്ച് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മളിത് ചെയ്യും. നാളത്തെ ലൈവിൽ നമ്മൾ
മോർണിംഗ് ബൂസ്റ്ററിൽ കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിക്കും. പിന്നെ ഇതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ഫുള്ള് പഠിപ്പിക്കും. നാളത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ഞാൻ ഫുള്ള് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാർ ഫുള്ള് പഠിപ്പിച്ചാൽ പിന്നെ അതിനല്ലേ വരുള്ളൂ. അതെ, അത് തന്നെയാണ് എൻ്റെ ലോജിക്കും. എക്സാമിനർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ അത് തന്നെയാണ് നമ്മുടെ എപ്പോഴത്തെ ലോജിക്ക്. ഫുള്ള് പഠിപ്പിക്കും, പിന്നെ എന്തായാലും വരില്ല, എന്തായാലും വരും. അതിനുള്ള കഴിവേ എനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കഴിവ് ഇന്നും നാളെയായിട്ട് ഞാൻ മാക്സിമം നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഫുൾ ഡെഡിക്കേഷനോടുകൂടെ നിങ്ങൾ കൂടെ കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യും, നാളത്തെ പരീക്ഷ തകർക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കുന്ന പരിപാടിയൊക്കെ തൽക്കാലം നടക്കും. അത് പബ്ലിക് എക്സാമിന് നടക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജസ്റ്റ് ഈ പരീക്ഷയുടെ തലേന്നുള്ള ഈ ലൈവ് മാത്രം കണ്ടുപോകുന്ന പരിപാടിയൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ നിർത്തി തുടങ്ങണം. പ്രത്യേകിച്ച് പബ്ലിക് എക്സാം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങാനുള്ള ശീലം ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞോടുകൂടെ ഞാൻ ഇതിൻ്റെയാണ്. കാരണം +1 എത്തുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ലൈവിൽ വരാൻ പോകുന്നവർ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഞാൻ ഉണ്ടാവുമെന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യണം, നാളത്തെ പരീക്ഷയിൽ മിനിമം 30 മാർക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അത്രേ ഉള്ളൂ.